എന്ത് കളിക്കാൻ എനിക്ക് ഇപ്പൊ കളി കാണണം എന്റെ. വീണ്ടും നിങ്ങളോ? കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ടതായിട്ട് അത് എല്ലാവർക്കും അറിയാലോ. പിന്നെ അറിയാണ്ട് താഴെ ഇറങ്ങാൻ കാത്തിരിക്കുമായിരുന്നു. വിവാദമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തോന്നിയില്ല എങ്കിൽ തോന്നിക്കാം. കലാമണ്ഡലത്തില് ഓട്ടംതുള്ളിൽ പഠിച്ചവർ ഈ തവണ ആരെ നെഞ്ചത്താ? ഇവള് ഓട്ടംതുള്ളലാണ്. എന്തൊരു തുള്ളലാ പഠിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഓ, നന്നായി ചൊറിയുന്നുണ്ടല്ലോ. മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ. ഊത്തക്കവളും ആകപ്പാടെ ഉരുണ്ട് വരണ്ടിരിക്കുന്ന ഒരുത്തി. അയ്യേ, എന്ത് ടോക്കാണിത്? ശരിക്കും നിങ്ങൾ കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുണ്ടോ? ഈ സ്ത്രീ, ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ടുണ്ട് അടി അതിന്. നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട്. ഇതൊരു നടക്കി പോകില്ല. ഈ സ്ത്രീ എനിക്ക് കേസുള്ള എൻ്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവാ. എന്തു പറ്റി കളിക്കാൻ? എന്തു കളിക്കാൻ പാടില്ലാത്ത? നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടം തുള്ളൽ എടുത്തേ. എന്നിട്ട് നീ എന്തെന്ന് തുള്ളിക്കൊണ്ട് നടക്കണം ഇപ്പോ? ആട്ടെ, എന്താ ചേച്ചിയുടെ പ്രശ്നം? നീ ആരെ കൂടെയൊക്കെ ഞാൻ ആ സ്ത്രീ ഒന്ന് കളിക്കാവോ? നീ ജനിക്കണേക്കാൾ മുമ്പ് ഞാൻ ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് കേട്ടാ. അതിന്റെ അഹങ്കാരമൊന്നും ഇല്ലേ ഇല്ല. നീ എന്നോട് പറഞ്ഞില്ലേ കളിക്കാനായിട്ട്? എന്ത് കളിക്കാൻ? എനിക്ക് ഇപ്പൊ കളി കാണണം എന്റെ. അയ്യേ, അങ്ങനൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. ദിവസമായിട്ട് പഠിച്ചിറങ്ങിയതാടി അവിടെയൊക്കെ കലാമണ്ഡലത്തില്. നീ പറഞ്ഞ ആള് പഠിച്ചതുപോലെ തന്നെ ഞാനും പഠിച്ചത്. പിന്നെ എന്താ കളിക്കാൻ വയ്യാത്ത എന്താ? എന്റെ പൊന്നോ വേണ്ട. എന്നിട്ട് കാശില്ലാന്ന് പറയുമ്പോ നീ എന്നെ പറഞ്ഞതിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ നിനക്ക് കിട്ടിയോ? ഇതെന്തും മറിമായും പേര് പോലും അല്ലല്ലോ മറിമായത്തില്. നിനക്ക് പറ്റിയ പേരെന്നെ നിന്റെ ഇപ്പോഴത്തെ ഫിഗറിന്. ബോഡി ഷേമിങ് എനിക്ക് തീരെ താല്പര്യമില്ല. എങ്കിലും ചോദിക്കുക, നിങ്ങൾ ആരാ? ഐശ്വര്യ റായിയോ? ഇനി നീ എനിക്കെതിരെ നല്ല വൃത്തിയായിട്ട് ഫേസ്ബുക്കിൽ ഒന്നും കൂടി മലയാളീസിന് വില കളയാൻ അതെ ഒരു മാസം പണിയെടുപ്പിച്ച് വിട്ടാൽ മതി. അരിയാട്ടാനും വെള്ളം കോരാനൊക്കെ പറ്റും. എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ.